ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഇതിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മൊത്തത്തിൽ കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം പണികളുണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കുറച്ചധികം പണികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ വെക്കേഷനെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ട് ഒരു പണിയും നടന്നിട്ടില്ല കേട്ടോ. ക്ലീനിങ്ങും പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഫ്രിഡ്ജിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മളെപ്പോഴും ക്ലീൻ ആക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, എപ്പോഴല്ല നമ്മൾ ഇടയ്ക്ക് നന്നാക്കി വെക്കാതിരുന്നെങ്കിൽ അത് ചീഞ്ഞ് പോവുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അങ്ങനെയായിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് പൊട്ടയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നതാട്ടാ. അപ്പോൾ ഈ ഒരു ഞാൻ ഈ ഡെയിലി എടുക്കുന്ന ഈ ഒരു വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു കണ്ടെയ്നറും, അതുപോലെ തന്നെ മുട്ട വയ്ക്കുന്ന ആ ഒരു കണ്ടെയ്നറൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട്, അതിലൊരു മുട്ട എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, അതിനകത്ത് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഹസ്ബൻഡ് മോളൊന്നും അങ്ങനെ ചെക്ക് ചെയ്യൊന്നും ഇല്ലല്ലോ എപ്പോഴൊന്നും. അപ്പോൾ അത് പൊട്ടിയതൊന്നും അവർ കണ്ടില്ല തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷെല്ലില്ലേ മുട്ടേൻ്റെ, അത് എന്തോ എനിക്കറിയില്ല, ഈ ഒരു ട്രെയിമ പറ്റി പിടിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്തത് അങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കുറേ നേരം വെച്ച് നോക്കിയിട്ടും ഇതിങ്ങനെ ഇളക്കി, നിങ്ങൾ കാണുന്നില്ലേ ആ ഒരു ട്രെയിമ ഒരു ഷെല്ലിരിക്കുന്നത് മുട്ടേൻ്റെ തോട്. അപ്പോൾ എങ്ങനെയെല്ലാം അതൊന്ന് ഇളക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് കഴുകി, നല്ല വെയിലുണ്ട് പുറത്ത്. അപ്പോൾ ആ ബാൽക്കണീൻ്റെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്, അതിനുശേഷം പിന്നെ ഈ ഡിഷ് വാഷർ ഒന്ന് എംപ്റ്റി ചെയ്തതിന് ശേഷം സ്പൂണും പിന്നെ കൈലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ചില സമയത്ത് ഞാനിത് തുടച്ച് വെക്കണതിന് പകരം പുറത്ത് വെക്കൂട്ടാ. തുടച്ച് വെക്കണമെന്ന് പറയുമ്പോൾ ഈ ഡിഷ് വാഷറിൽ നിന്ന് എടുക്കുമ്പോൾ ചിലതിലൊക്കെ വെള്ളം ഉണ്ടാവില്ലേ, അപ്പോൾ അത് പടി എടുത്ത് നമ്മൾ ഡ്രോയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പൊട്ട മണവും പിന്നെ ഈ ഒരു ഇതൊക്കെ വരില്ലേ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം സമയം ഉണ്ടെങ്കിൽ ടിഷ്യൂ എല്ലാം വെച്ച് തുടച്ചിട്ടാണ് വെക്കുക. അതില്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ഡ്രൈയിങ് മാറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും. വേറെ ചെറിയ പണികളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എടുത്ത് വെച്ചാൽ മതി എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യലിട്ടാ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനിയൊക്കെ പിടിച്ച് കിടന്നിട്ട് അധികമൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കിച്ചണിലെ കാര്യങ്ങൾ ഇട്ടാ. അതിലെനിക്ക് ഏറ്റവും പണി കിട്ടിയത് ഈ ഒരു ഉള്ളിയെല്ലാം വെക്കുന്ന ഈ ഒരു ബാസ്ക്കറ്റിലായിരുന്നു. അതിൽ ഞാൻ വെക്കേഷന് പോയ സമയത്ത് തന്നെ ഒരു 2-3 ഉള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 7 ദിവസത്തേക്കായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സാധാരണയായിട്ട് ഉള്ളി അങ്ങനെ ചീഞ്ഞ് പോകാറൊന്നുമില്ല, അങ്ങനെ ഒരു 7 ദിവസമൊക്കെ ഇരുന്നെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കാരണം തന്നെ അതിൽ ഉള്ളി ഇരുന്നത് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിയൊക്കെ ചീഞ്ഞു എന്നല്ല, 2 ഉള്ളിയൊറ്റെല്ലാം അതിൽ ചീഞ്ഞ് കിടന്നിട്ട് ആകെ അത് കൊളായിട്ട് പൊട്ട മണമൊക്കെ ആയിട്ട്. സാധാരണ എനിക്ക് ആ ഒരു അതൊരു ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഈ ഉള്ളിയുടെ ബാസ്ക്കറ്റ് മിക്കപ്പോഴും എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്ത് വെക്കാറുള്ളതായിരുന്നു. എനിക്കെന്തോ ആ ഒരു മണം തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇതെന്തോ അങ്ങനെ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ടിഷ്യൂ വെറ്റായിട്ട് ഈ ഉള്ളിൻ്റെ നീരിറങ്ങിയിട്ട് വെറ്റായിട്ട് മൊത്തത്തിൽ പൊട്ടയായി കിടക്കുകയായിരുന്നു. പിന്നെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് കുറച്ചൊരു ഇന്ത്യൻ വെളുത്തുള്ളിയില്ലേ, ഇന്ത്യൻ ഗാർലിക്, അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, 3-4 ഇതേ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി മറ്റേ വലുതാണ് വാങ്ങിച്ചിട്ടുള്ളത്. തോല് കളയാൻ എളുപ്പം മറ്റേ വലുതാണല്ലോ. പിന്നെ കുറച്ച് മുരിങ്ങക്കോല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാനായിട്ട്.
പിന്നെ അതിനുശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഒരു വൈപ്സ് യൂസ് ചെയ്യൂട്ടാ കിച്ചണിൽ. മുമ്പ് എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ വൈറ്റ് കൗണ്ടർ ടോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണോന്ന്. വൈറ്റ് കൗണ്ടർ ടോപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടൊന്നുമില്ല. ഞാൻ പല വീഡിയോസിലും പലരും ഭയങ്കര ഡിഫിക്കൽട്ടാണ് വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് എനിക്ക് തോന്നുന്നു മെറ്റീരിയൽസിൻ്റെ ഈ ഒരു മെറ്റീരിയലിൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ ഓരോരോ ഇപ്പോൾ ഇത് കോട്ട്സിൻ്റെ കൗണ്ടർ ടോപ്പ്, ഇതിന് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിൽ ഇതിന് മുന്നേ എനിക്കുണ്ടായിരുന്ന ഒരു കൊറിയൻ കൗണ്ടർ ടോപ്പായിരുന്നു. ആ കൗണ്ടർ ടോപ്പ്, അതായത് ഈ കൗണ്ടർ ടോപ്പിന് മുമ്പ് ഉണ്ടായിരുന്നത് കൊറിയൻ കൗണ്ടർ ടോപ്പായിരുന്നു. അതിൽ പക്ഷേ ഈ മഞ്ഞ പൊടീൻ്റെ അതല്ലേ ആ സ്റ്റെയിനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ചെറുതായിട്ട് ബ്ലീച്ചെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് അത് ക്ലീൻ ആവുക ഉണ്ടായിരുന്നത്. സ്റ്റെയിൻ പിടിക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ടെല്ലാം. പിന്നെ ഇതിൽ അങ്ങനെ കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു കൗണ്ടർ ടോപ്പിൽ അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഇടയിലാട്ടാ ഗരം മസാല തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഞാൻ ഗരം മസാല സാധാരണയായിട്ട് വീട്ടിൽ തന്നെയാട്ടാ പൊടിച്ചെടുക്കൽ. കടയിൽ നിന്ന് പണ്ട് വാങ്ങിച്ചിരുന്നു, ഇപ്പോൾ വാങ്ങിക്കലില്ല തീരെ. എളുപ്പമാണല്ലോ പൊടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ആ സ്പൈസസ് വാങ്ങിച്ചിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അതും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മീൻ കറി വെക്കാനായിട്ട് മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടല്ലോ എനിക്ക് ആ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഇന്ത്യൻ ഫുഡൊക്കെ, നമ്മുടെ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയായിട്ട് എന്തായാലും വീട്ടിൽ ചെന്ന ഉടനെ മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ നമ്മുടെ ഗരം മസാലയൊക്കെ ചേർത്ത് വെക്കണം എന്ന് വെച്ചിട്ടാട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വന്ന ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വയ്യാണ്ടായി. പിന്നെ കുറച്ച് ദിവസം കിടപ്പായിരുന്നു, തീരെ വയ്യായിരുന്നു. അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ വീഡിയോസും അപ്ലോഡ് ചെയ്യാനായിട്ട് കുറേ അധികം ലേറ്റ് ആയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പനിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യണ കാര്യം എന്താ അറിയോ, ഈ മീൻ കറി ഉണ്ടാക്കണം എന്ന് ഞാൻ നേരത്തെ കരുതിയെന്ന് പറഞ്ഞില്ലേ. നമുക്ക് അങ്ങനെയല്ലേ, കുറേ എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കുമ്പോൾ കുറച്ചധികം ദിവസം നമ്മുടെ ഫുഡ് കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ ആ ഒരു ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ എങ്കിൽ കേരള ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടാ. എന്ന് വെച്ചിട്ട് കേരള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെയല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫുഡ് തന്നെയാണ്. മറ്റേതും കഴിക്കും. പക്ഷേ അപ്പോൾ കുറേ ദിവസം നമ്മുടെ ഫുഡ് കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു കൊതിയൊക്കെ വരില്ലേ. അപ്പോൾ അത് കാരണം എന്തായാലും ഇപ്പോൾ ദാ മീനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സിങ്ക് ഞാൻ എപ്പോഴും മീൻ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഓൾ പർപ്പസ് ക്ലീനറില്ലേ മെത്തേഡിൻ്റെ അതൊഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യൂട്ട. അല്ലെങ്കിൽ ആ ഒരു പൊട്ട മണം, ഒരു മീനിൻ്റെ ആ ഒരു മണം ഇല്ലേ, പിന്നെ ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മണം പോവില്ല. അത് അപ്പം തന്നെ ഒന്ന് സ്പ്രേ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ ബാക്കിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇതിനിടയ്ക്ക് എൻ്റെ മോളിതാ ഈ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, തോല് കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഈ വലിയൊരു വെളുത്തുള്ളി ആകുമ്പോഴേക്ക് തോല് കളയാനും എളുപ്പമാണല്ലോ. ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യിപ്പിക്കൂട്ടാ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ചിലപ്പോഴൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിക്കലുണ്ട്. ഇങ്ങോട്ട് വന്ന് ചോദിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യൂട്ടാ. ഇതൊന്നും അത്ര വലിയ പണിയൊന്നല്ലല്ലോ തോല് കളഞ്ഞ. അപ്പോൾ വെറുതെ ഇവിടെ ഇരിക്കുന്ന സമയത്തല്ല അവളിങ്ങനെ ചെയ്തു തരലുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഹസ്ബൻഡും ചെയ്തു തരും കേട്ടോ. ഇങ്ങനെ തോല് കളയണ, ഇങ്ങനത്തെ വെളുത്തുള്ളി തോല് കളയുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യമൊക്കെ അവർ ചെയ്തു തരലുണ്ട്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ആ ഒരു കണ്ടെയ്നർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ഇട്ടിട്ട് ഒരാഴ്ചത്തേക്കെല്ലാം ഉള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
പിന്നെ ഇനിയിപ്പോൾ മീൻകറിയിലേക്ക് വേണ്ടുന്ന ആ ഒരു കുഞ്ഞുള്ളിയും കൂടിയിട്ട് ഒന്നും നന്നാക്കി എടുക്കാനുണ്ട്. കുഞ്ഞുള്ളി ഒന്നും നന്നാക്കി തരില്ല കേട്ടോ, കണ്ണ് എന്താ പറയുക, കണ്ണിന്ന് വെള്ളം വരുമെന്ന് വെച്ചിട്ട്. പിന്നെ അങ്ങനെ തീരെ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാനങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറില്ല. അങ്ങനെ കുട്ടികളും അടുത്ത് പോകുമല്ലോ അങ്ങനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഉള്ളി നന്നാക്കണ കാര്യം വേറൊന്നും കൊണ്ടല്ല, കണ്ണിന്ന് നമുക്കായാലും കണ്ണെന്നൊക്കെ വെള്ളം വരില്ലേ, അപ്പോൾ അത് കാരണമാവും. അപ്പോൾ എന്തായാലും ഞാനത് നിർബന്ധിക്കലില്ല, അത് ഞാൻ തന്നെയാണ് ചെയ്യൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്തു തരും കേട്ടോ എനിക്ക്. ഈ ഒരു സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നന്നാക്കിയത് ഞാനൊന്ന് കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട്, അതിലെ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട്, ഇല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പൊട്ടായി പോയില്ലേ, അപ്പോൾ ഞാനൊന്ന് ഡ്രൈ ആവാനായിട്ടൊരു ടിഷ്യൂമ്മ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നതാട്ടാ. അപ്പോൾ ഞാൻ ഈ മുളക് ചേർത്തിട്ട്, മുളകല്ല എന്താ പറയുക, ഈ മുളകിൽ വെക്കില്ലേ മീൻകറി, അങ്ങനെ വെക്കില്ലേ, എന്തൊരു ഇത് ഉണ്ടല്ലോ, ഒരു സ്റ്റൈലില്ലേ, അങ്ങനത്തെ ആ ഒരു സ്റ്റൈലിലുള്ള മീൻകറി ആട്ടാ വെക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റേ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി അല്ല കേട്ടോ വെക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ കുഞ്ഞുള്ളിയും കൂടിയിട്ട് ഞാൻ ഈ ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ചോപ്പർ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ആരും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. ഭയങ്കര എളുപ്പമാണ് ഇത്. നമ്മൾ ഇടികല്ലിലൊക്കെ വെച്ചിട്ട് ചതച്ചിട്ട് എടുക്കില്ലേ, അതിനേക്കാളൊക്കെ ഭയങ്കര എളുപ്പമായിട്ടാണ്. ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇതിനത്ര വിലയൊന്നും ഇല്ല. ആമസോണിലും മിക്ക ഓൺലൈൻ സൈറ്റുകളിൽ ഇത് അവൈലബിൾ ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി നാളായിട്ട്, ഞാനിതിൻ്റെ ഒരു റിവ്യൂ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതലെല്ലാം ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ ഈ ഒരു സാധനം മിക്ക ദിവസവും യൂസ് ചെയ്യുന്നതാട്ടോ. ഇത് റീചാർജബിൾ ആണ്. നമുക്കിത് എന്താ പറയുക, ഇതിൻ്റെ ചാർജ് കഴിയുമ്പോൾ പെട്ടെന്നൊന്നും ചാർജ് കഴിയൊന്നുമില്ല കേട്ടോ. നമുക്കത് ചാർജ് കഴിയുമ്പോൾ വീണ്ടും ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടിപൊളിയായിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഞാനിപ്പോൾ ചെറുതാണ് വാങ്ങിച്ചിട്ടുള്ള, ഇതിൻ്റെ കുറച്ചും കൂടി വലിപ്പമുള്ളതും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. നല്ല മൂർച്ച അതിന്. എനിക്കൊരിക്കൽ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, അത് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടിട്ട്. ഈ ചൂടായ ചട്ടിയിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉലുവയില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചില സമയത്തെല്ലാം ഇങ്ങനെ ആദ്യം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കലുണ്ട്. ചിലപ്പോൾ അല്ലെങ്കിൽ ഉലുവേൻ്റെ പൊടിയില്ലേ, അത് ആ കറി ആ ഒരു ഗ്രേവി ആക്കുന്ന ആ ഒരു സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കും. അങ്ങനെ രണ്ടും ചെയ്യലുണ്ട്. ഇപ്പം ഇതിലേക്ക് ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി നമ്മൾ ആ ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ ഇഞ്ചി വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടി ചേർന്നിട്ടുള്ളത്, അപ്പോൾ അതും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്തൊന്നപ്പോഴേക്ക് ഒരു 5-6 കുഞ്ഞുള്ളി കട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ആരും ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കൂ. ചെയ്യുന്നവരുണ്ടാവും കേട്ടോ ഇങ്ങനെ കുഞ്ഞുള്ളി ഇങ്ങനെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ കറിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ. ഞാനിതൊരു വീഡിയോയിൽ വളരെ മുമ്പ് കണ്ടിട്ട്, ഞാൻ അതിന് മുമ്പൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. ചോപ്പ് ചെയ്ത് ചേർക്കും, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഉള്ളി മൊത്തത്തിലും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അത് അടിപൊളി ടേസ്റ്റ് അതിന് അങ്ങനെ ചേർക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 ആട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ഈ മല്ലിപ്പൊടി ഇല്ലേ, മല്ലിപ്പൊടി ഞാൻ എപ്പോഴൊന്നും ചേർത്ത് കൊടുക്കുകയൊന്നുമില്ല. ചില ദിവസമൊക്കെ കറി വെക്കുമ്പോൾ ഞാനങ്ങനെ മല്ലിപ്പൊടി ചേർക്കലൊന്നുമില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കൽ. അതെനിക്ക് അന്നേരം തോന്നുന്ന പോലെയൊക്കെ ചെയ്യൂട്ടാ. അപ്പോൾ
ഇപ്പം എന്തായാലും ഞാനിതിലേക്ക് കുറച്ചിട്ടാ മുളക് പൊടിയുടെ അത്ര ഒന്നുമില്ല, വളരെ കുറച്ച് മല്ലിപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പച്ചമണം മാറി വരില്ലേ, ഈ പൊടീൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് തിളപ്പിച്ച വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളീൻ്റെ വെള്ളമില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണയായിട്ട് ഈ ഒരു കറി വെക്കുമ്പോൾ ഞാൻ കുടംപുളി ചേർക്കലുണ്ട്. അതിപ്പോൾ ഇല്ല, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് കിട്ടണമെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഉള്ളത് മറ്റേ പുളിയായത് കാരണം, സാധാരണ പുളിയില്ലേ അതായത് കാരണം അത് കുറച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടിയിട്ട് അതിൻ്റെ വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കാര്യം ഇതിലേക്ക് തിളച്ച വെള്ളം തന്നെയാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയപ്പോഴേക്ക് ഇതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അതൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് വെള്ളം പോവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് എടുത്ത് വെക്കാൻ വന്നപ്പോഴേക്ക് കുറച്ചും കൂടി ഡ്രൈ ആവാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത കാരണം ഞാനിതൊരു സാലഡ് സ്പിന്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്പിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഇതിലിപ്പോൾ 4 ഇതല്ലേ ഉള്ളത്, പോർഷൻസ് അല്ലേ ഉള്ളത്. ഇതിലേക്ക് എനിക്കിതിങ്ങനെ ഇതിലേക്ക് എല്ലാതും ഒരാഴ്ചത്തേക്കുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമായിട്ടാണ്. ഇത് ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു കണ്ടെയ്നർ മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ മതി. വെളുത്തുള്ളിയും വേപ്പിലയും പിന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇതുമ്മ നന്നാക്കി വെക്കണ കാരണം എളുപ്പമായിട്ടാണ് കുക്ക് ചെയ്യാൻ നേരത്ത്. നമ്മൾ പല ബോക്സുകൾ എടുത്ത് തുറക്കും, അല്ലെങ്കിൽ അപ്പം നന്നാക്കി എടുക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചെയ്ത് വെച്ച് നോക്കൂ. ചിലർക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ലല്ലോ, അവർക്ക് അപ്പം തന്നെ പീൽ ചെയ്തെടുക്കണം. വെളുത്തുള്ളിയൊക്കെ അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് പീൽ ചെയ്തെടുത്ത് യൂസ് ചെയ്യാനാവും ഇഷ്ടമുണ്ടാവുക. എനിക്ക് സമയം ലാഭിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഇത് പക്ഷേ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേരിങ്ങനെ ചെയ്യുന്നവരുണ്ടാവും അല്ലേ. അപ്പം ഞാനും ഇങ്ങനെ ചെയ്യലുണ്ട്. അതിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ആ ഒരു ബോക്സിൻ്റെ കാര്യമാണ്. അതാകുമ്പോൾ നമുക്കിങ്ങനെ പല ബോക്സുകൾ എടുക്കേണ്ട ആവശ്യം വരില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു ബോക്സ് വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. നല്ല യൂസ്ഫുൾ ആട്ടോ അത്. പിന്നെ ഇനിയിപ്പോൾ മുട്ടയൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. ആ ഒരു കണ്ടെയ്നർ മുട്ട വെക്കുന്ന ആ ഒരു ഇത് ഉണക്കിയെടുത്ത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ ഇതിലേക്ക് ടിഷ്യൂ വെച്ചിട്ടാണ് ചെയ്യട്ടോ. നേരത്തെ ഞാൻ കാണിച്ചില്ല, ആ ഒരു ഷെല്ലൊക്കെ പൊട്ടി എങ്ങനെ അത് പൊട്ടിയെന്ന് എനിക്കറിയില്ല. അത് ഇത് ഒട്ടിപ്പിടിച്ചും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്യാൻ നേരത്തെ എപ്പോഴും ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടിഷ്യൂ വെച്ച് കൊടുക്കും കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡാണ് അന്ന് മുട്ടയെടുത്ത് വെച്ചതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആൾക്ക് അങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് ചെയ്യണം അങ്ങനെയൊന്നും ആലോചിക്കില്ലല്ലോ. പെട്ടെന്ന് വന്നിട്ട് മുട്ടയെല്ലാം എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതെങ്ങനെയാണ് മുട്ട പൊട്ടിയതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അതൊക്കെ നന്നാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കൊരു ടിഷ്യൂ വെച്ചിട്ട് മുട്ടയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ആക്ച്വലി കുറച്ചധികം പണി ഉണ്ടായിരുന്നു ഇന്ന്. ഇത്രയും പണി നല്ല മടിയും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊന്നും എന്താ പറയുക, അത്രയും അങ്ങോട്ട് പനിയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും അത്ര അങ്ങോട്ട് ഓക്കെ ഒന്നും ആയിട്ടില്ല. പക്ഷേ നല്ല മടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് വന്നപ്പോഴേക്കും ഒരുപാട് ജോലിയും ആയിപ്പോയിട്ടാ. എന്തായാലും പിന്നെ കുഴപ്പമില്ല. അതൊക്കെ ചെയ്തിട്ട് മുട്ടയും അങ്ങനെയുള്ള ബാക്കിയുള്ള കുറച്ച് വെജിറ്റബിളും ഒക്കെ സ്റ്റോർ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
അച്ചിങ്ങപ്പയറിൻ്റെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ കണ്ട ഈ ഒരു പയറിൻ്റെ നീളം കണ്ടില്ലേ, നോക്കിയേ. ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് നന്നാക്കി എന്താ പറയുക ചോപ്പ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്ത് തന്നതാട്ടോ. അത് ഉപ്പേരി ഉണ്ടാക്കാനുള്ള ഞാൻ ഇത് നോക്കിയാൽ ഇത് ശരിക്കും ഇതൊക്കെ 2 പീസായിട്ട് ഒടിച്ച് എടുക്കാൻ പറ്റും. കട്ട് ചെയ്ത് ഇടാൻ പറ്റും. ആൾക്ക് അങ്ങനെ സൈസൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കട്ട് ചെയ്ത് തരാൻ വെച്ചാൽ മുരിങ്ങക്കോലൊക്കെ കട്ട് ചെയ്യണ പോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇതാ കണ്ടില്ലേ. ചിങ്ങപ്പയറൊന്ന് കുത്തിക്കാച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് എന്താ പറയുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചില സമയത്ത് ഞാനിങ്ങനെ വെള്ളം ഒഴിക്കില്ല. ഇതിപ്പോൾ ഒരു ചെറിയല്ല കാസ്റ്റ് ചെയ്യേണ്ട പാത്രം ആയതുകൊണ്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താണ്. പിന്നെ ഈ കാസ്റ്റ് ചെയ്യേണ്ട പാത്രത്തിലെല്ലാം ചെയ്തെടുക്കുമ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് ഈ ഉപ്പേരിയൊക്കെ ഇങ്ങനെ നല്ല മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അത് കാരണം ഞാൻ അതിലേക്ക് വെച്ചെടുത്തത്. അപ്പോൾ പയറൊക്കെ വെന്തപ്പോഴേക്കും അതൊന്ന് മാറ്റിയതിന് ശേഷം ഞാൻ ഒരു പാനിലേക്ക് തന്നെ ഈ ശരിക്കും ഇതിൽ കുഞ്ഞുള്ളി ഇടിച്ചിട്ട് കുഞ്ഞുള്ളി ഒക്കെ ഇടുക കേട്ടോ. പക്ഷെ എനിക്ക് നന്നാക്കാൻ മടിയായിട്ട് ഇനി നന്നാക്കാൻ മടിയായിട്ട് ഞാൻ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. സവോളയും വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചതച്ച മുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ മുളകൊക്കെ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ചതച്ചുകൊണ്ട് വന്നതായിരുന്നു, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. നേരം കൊണ്ട് ഇവിടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്, വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ വേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂടി വെക്കും, അത്രയേ ഉള്ളൂ. പിന്നെ പയർപ്പേരി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ് കേട്ടോ. കാര്യം ഈ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാത്രത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നന്നായിട്ട് മുരിഞ്ഞ് ചിലപ്പം അതങ്ങ് വല്ലാണ്ട് അങ്ങ് ഇതായിപ്പോവും, എന്താ പറയുക മുരിഞ്ഞ് കൂടിപ്പോയില്ലേ, അങ്ങനെ ആയിപ്പോവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റുകയാണ്. തണുത്ത് വന്നതിന് ശേഷം പാത്രം ഒന്ന് തണുത്തതിന് ശേഷം അതും അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. മുമ്പ് എന്നോട് ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ട് കാസ്റ്റ് ചെയ്യേണ്ട പാത്രം അടുക്കി പിടിക്കില്ലേന്ന്. നിങ്ങൾ ആ ഉപ്പേരി കോരി മാറ്റുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായില്ലേ, ചെറുതായിട്ടൊക്കെ അതിൻ്റെ അടുക്കി പിടിക്കല്ലത് ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ അത് തണുത്ത് വന്നതിന് ശേഷം ഇങ്ങനെ നമ്മുടെ ഒരു സ്ക്രബ്ബറില്ലേ പാത്രമൊക്കെ കഴുകുന്ന അതൊന്ന് കൊണ്ടിട്ടൊന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പറ്റി പിടിച്ചൊന്നും ഇരിക്കില്ല കേട്ടോ. ഇനി നമ്മളുടെ കാസ്റ്റ് അയൺ ഇപ്പം നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ ആണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വൈപ്പ് ചെയ്യുന്നൊരു സാധനം ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതും നല്ലതായിട്ട് അടുക്കി പിടിക്കുകയാണെങ്കിൽ കുറച്ച് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു സാധനം കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ തീരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ അടുക്കി പിടിക്കുന്നതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഈ ഒരു പാത്രത്തിന് ഇല്ല. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ പാത്രം കഴുകിയപ്പോൾ ഒന്ന് പറഞ്ഞതാട്ടോ. ഞാൻ കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നു, പക്ഷെ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു വാഷ് ക്ലോത്ത് ആണ്. ഇത് ടിഷ്യൂ പോലെ തന്നെ ഉണ്ടാവുക കേട്ടോ. ഇത് പക്ഷെ നമുക്ക് കഴുകി വീണ്ടും യൂസ് ചെയ്യാം. അതായത് ഒരു ദിവസം ഒരെണ്ണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അത് തന്നെ മതിയാവും കേട്ടോ കിച്ചൺ മൊത്തത്തിൽ. ഇതാ ഞാൻ കണ്ടില്ലേ ടിഷ്യൂ
നമ്മളിങ്ങനെ വെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതായി പോവില്ലേ. പക്ഷേ ഇത് കണ്ടില്ലേ, ഇത് നമുക്കിങ്ങനെ തുണി പോലെ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് തുടച്ചിട്ട് വീണ്ടും നമുക്കിത് കഴുകി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ തുണി വെച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ, അതാകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്റ്റെയിനെല്ലാം പിടിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ മൈക്രോ ഫൈബറിൻ്റെ തുണിയൊക്കെ ഇല്ലേ, അതൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ തിളപ്പിച്ചിട്ട് അങ്ങനെ അതിൻ്റെ പൊട്ടമണമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഇതൊരു ഇരട്ടിപ്പണിയല്ലേ. ഇതിന് ഡിസ്പോസിബിൾ ക്ലോത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്കിങ്ങനെ റോളായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ടിഷ്യൂ പോലെ തന്നെ കണ്ടാലിരിക്കുക കേട്ടോ. ഇത് അത്യാവശ്യം ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു റോളിൽ തന്നെ എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോൾ ഇവിടെ വാങ്ങിച്ചപ്പോൾ അതിന് $5 $4 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നത്. അത് ഒരു 100-120 എണ്ണം അതിനകത്തുണ്ട്, ആ ഒരു റോളിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരെണ്ണമൊക്കെ അല്ലേ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇതാ ഇവിടെ എല്ലാം തുടയ്ക്കേണ്ടത് ഈ ഒരു അത് തന്നെ കഴുകി എന്താ പറയുക നന്നാക്കി അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സാധാരണ ഒരു ദിവസം ചില ദിവസമൊക്കെ 2 എണ്ണമൊക്കെ എടുക്കും, എന്തെങ്കിലും അത്ര കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇതൊന്ന് എടുത്തപ്പോൾ നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.